ഇംഗ്ലീഷിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ ചാപ്റ്ററാണ് ദ 7 ഏജസ് ഓഫ് മാൻ റിട്ടൺ ബൈ വില്യം ഷേക്സ്പിയർ. യഥാർത്ഥത്തിൽ വില്യം ഷേക്സ്പിയർ എഴുതിയിട്ടുള്ള ആസ് യു ലൈക്ക് ഇറ്റ് എന്ന ഒരു ഡ്രാമ ഉണ്ട്, ഒരു നാടകം. അതിലെ ഒരു കഥാപാത്രത്തിൻ്റെ മോണോലോഗാണിത്. മോണോലോഗ് എന്ന് പറയുമ്പം ആ കഥാപാത്രം, നാടകത്തിലെ കഥാപാത്രം ഒന്നുകിൽ സ്വയം സംസാരിക്കുക, മറ്റൊരാളോടല്ല, സ്വയം സംസാരിക്കുക, തന്നോട് തന്നെ സംസാരിക്കുക, അതല്ലെങ്കിൽ ഓഡിയൻസിനോട് സംസാരിക്കുക. ഇതാണ് മോണോലോഗ്. നമ്മൾ ഓഡിയൻസ് കേൾക്കും, അയാളുടെ ഇന്നർ തോട്ടും ഫീലിംഗ് ആണ് അതിലൂടെ പറയാം കേട്ടോ. സോ അതിൽ ജാക്ക് അല്ലെങ്കിൽ ജാക്വസ്, രണ്ട് ഉച്ചാറുണ്ട് കേട്ടോ. QUES എന്ന് കാണാം. അപ്പോൾ ജാക്ക് അല്ലെങ്കിൽ ജാക്കേസ്, അങ്ങനെ രണ്ട് രീതി ഉച്ചരിക്കാം എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് പറയുന്നത്. അവിടെ നമുക്കിവിടെ കോണ്ടെക്സ്റ്റ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് എന്താണ് ഈ ഒരു ഭാഗത്തിൽ പറയുന്നത്, ഇതിൻ്റെ കോണ്ടന്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ കൂടുതലായിട്ട് ഇതിൻ്റെ പിറകിലേക്ക് ഒന്നും പോകുന്നില്ല. നമുക്ക് ചാപ്റ്ററിൽ നമുക്ക് ഈ ഒരു 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റർ കൊടുത്തത് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ദ 7 ഏജസ് ഓഫ് മാൻ, മനുഷ്യൻ്റെ 7 ഘട്ടങ്ങളാണ് കേട്ടോ. 7 ഘട്ടങ്ങൾ. സോ വില്യം ഷേക്സ്പിയറിൻ്റെ കവിതയല്ല കേട്ടോ, കാണുമ്പോൾ ഒരു കവിത പോലെ തോന്നും, പോയറ്റിക്കലാണ്, അങ്ങനെയാണെങ്കിൽ പറയാം. കവിതയുടെ അതേ ഒരു പോയറ്റിക് എന്താ പറയുക നേച്ചർ ഇതിനുണ്ട് എന്നേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്ന ഭാഗം പെട്ടെന്ന് വായിക്കാം. ലൈഫ് കീപ്സ് ഓൺ ചേഞ്ചിങ് ആൻഡ് വി ടേക്ക് ഓൺ ഡിഫറെൻറ്റ് റോൾസ് ആസ് വി ഗ്രോ ഓൾഡർ. സമയം മാറിക്കൊണ്ടേയിരിക്കുന്നു, നമ്മൾ ഓരോ കാലഘട്ടവും അതാത് റോളുകൾ നമ്മളിങ്ങനെ എടുക്കുന്നു. ഡു യു എഗ്രി? നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? തിങ്ക് ഓഫ് യുവർ ലൈഫ് സോ ഫാർ. നിങ്ങളുടെ ഇതുവരെയുള്ള ലൈഫ് ഒന്ന് ആലോചിച്ച് നോക്കൂ. വാട്ട് ആർ ദ റോൾസ് ദാറ്റ് യു ഹാവ് പ്ലേഡ്? എന്തെല്ലാം റോൾസാണ് നിങ്ങളിപ്പോൾ 8ാം ക്ലാസ്സിലെ എന്തെല്ലാം റോൾസാണ് ഇത്രയും കാലം നിങ്ങൾ പ്ലേ ചെയ്തിട്ടുള്ളത്? വാട്ട് സ്റ്റേജസ് ഓഫ് ലൈഫ് ഡു യു തിങ്ക് യു ആർ ഇൻ നൗ? ലൈഫിൻ്റെ ഏത് ഘട്ടത്തിലാണ് നിങ്ങൾ എന്ന് തോന്നുന്നത്? ലെറ്റ് സീ ഹൗ ഷേക്സ്പിയർ ഡിസ്ക്രൈബ്സ് ദ ജേർണി ഓഫ് ലൈഫ്. ജീവിതം എന്ന യാത്രയെക്കുറിച്ച് വില്യം ഷേക്സ്പിയർ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ദ 7 ഏജസ് ഓഫ് മാൻ, അത് പറയുന്നത്രേ ഉള്ളൂ. മനുഷ്യൻ്റെ ലൈഫ് 7 ഘട്ടങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. അപ്പോൾ ഓരോ കാലഘട്ടവും എങ്ങനെയൊക്കെയാണ് വരുന്നത്, അപ്പോൾ മനുഷ്യൻ്റെ സ്വഭാവം എന്താണ്, അവരുടെ ചിന്തകളും കഴിവൊക്കെ എന്താണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇനി കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. എല്ലാ ക്ലാസ്സിലെയും ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ലെസൺസ് ഈ ചാനലിൽ ലഭ്യമാണ്. സോ നോക്കാം. ഓൾ ദ വേൾഡ്സ് എ സ്റ്റേജ്. എന്താ പറഞ്ഞാൽ ലോകം അതൊരു സ്റ്റേജ്, നാടകത്തിൻ്റെ സ്റ്റേജ് ഉണ്ടല്ലോ, അതുപോലെയാണ് എന്ന്. ആൻഡ് ഓൾ ദ മെൻ ആൻഡ് വിമൻ മിയർലി പ്ലേയേഴ്സ്. ഇനി ഈ ലോകത്ത് ജനിക്കുന്ന ഓരോ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ എന്താണ്, നാടകത്തിലെ കഥാപാത്രങ്ങളെ പോലെയാണ്, ആക്ടേഴ്സിനെ പോലെയാണ്. ഷേക്സ്പിയറിൻ്റെ ഒരു കമ്പാരിസനാണ്. സോ ഞാനിവിടെ പോയിറ്റ് ഡിവൈസ് അവസാനമേ പറയുന്നുള്ളൂ കേട്ടോ. അതെങ്ങനെ ഡയറക്റ്റ് മീനിങ് എങ്ങനെ പറഞ്ഞു പോവാണ്. ശേഷം ഏറ്റവും അവസാനമാണ് പോയിറ്റ് ഡിവൈസ് പറയുന്നത്. അപ്പോൾ ലോകം ഒരു സ്റ്റേജാണെന്ന് പറഞ്ഞു. അതിലുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ എന്താണ്, ആക്ടേഴ്സാണ്. ദേ ഹാവ് ദെയർ എക്സിറ്റ്സ് ആൻഡ് ദെയർ എൻട്രൻസസ്. നാടകമാകുമ്പോൾ ഒരു കഥാപാത്രത്തിന് വരണം, എൻട്രൻസ് അല്ലേ, ആ ഒരു ആഗമനം ഉണ്ടാവും. അതുപോലെ തന്നെ എക്സിറ്റ്, പുറത്തേക്ക് പോകുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്താണ്, ജനനം ഒരു എൻട്രൻസ് ആണ്, മരണം എക്സിറ്റ് ആണ്. അതാണ് പറഞ്ഞത്. ദേ ഹാവ് ദെയർ എക്സിറ്റ്സ് ആൻഡ് ദെയർ എൻട്രൻസസ്. നമുക്ക് എന്തുണ്ട്, ഈ ലോകത്തിലേക്കൊരു എക്സിറ്റും ഉണ്ട്, ലോകത്തിൽ നിന്ന് എക്സിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ലോകത്തിലേക്കൊരു എൻട്രൻസും ഉണ്ട്. ആൻഡ് വൺ മാൻ ഇൻ ഹിസ് ടൈം പ്ലേസ് മെനി പാർട്സ്. ഒരാൾ തൻ്റെ ഒരു ജീവിതത്തിൽ ഒരൊറ്റ റോള് മാത്രമല്ല പ്ലേ ചെയ്യുന്നത്. നാടകത്തിൽ ചിലപ്പോൾ ഒരു കഥാപാത്രം ഒരു റോളാവും പ്ലേ ചെയ്യുക, പക്ഷെ ലൈഫിൽ ഒരു വ്യക്തി ഒരുപാട് റോളുകൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഹിസ് ആക്ട്സ് ബീയിങ് 7 ഏജസ്. എന്താ പറയുന്നത്, 7 ഏജ്, വ്യത്യസ്തമായ 7 ഘട്ടങ്ങളാണ് ഒരാളുടെ ജീവിതകാലത്ത് നമുക്ക് ഉണ്ടാവുക. നമുക്ക് ഓരോരുത്തരും, ഷേക്സ്പിയർ പറഞ്ഞ പ്രകാരം നമ്മൾ ഓരോരുത്തരും ആ 7 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ 7 ഘട്ടങ്ങൾ എന്ന്. സോ ആദ്യമായിട്ടുള്ളത്, അറ്റ് ഫസ്റ്റ് ദ ഇൻഫാൻറ്റ്. ശിശുവാണ് ഇൻഫാൻറ്റ് എന്ന് പറഞ്ഞാൽ, തീരെ ചെറിയ കുട്ടിയാണ്. സോ അതാണ് ഫസ്റ്റ് ഘട്ടം, ഇൻഫാൻസി. നമ്മൾ ശിശുവാണ് നമ്മൾ ആദ്യം. അപ്പോൾ എന്താ ശിശു ചെയ്യുക? മ്യൂലിങ് ആൻഡ് പ്യൂക്കിങ് ഇൻ ദ നഴ്സസ് ആംസ്. നേഴ്സ് എന്ന് പറഞ്ഞാൽ ആയമാരുണ്ടല്ലോ, കുട്ടികളെ നോക്കുന്ന ആയമാർ, അവരാണ് നേഴ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്, അല്ലാതെ ഹോസ്പിറ്റലിൽ നേഴ്സല്ല കേട്ടോ, മനസ്സിലാക്കുക. സോ മ്യൂലിങ് എന്ന് പറഞ്ഞാൽ ക്രൈയിങ്, പ്യൂക്കിംഗ് എന്ന് പറഞ്ഞാൽ ഛർദ്ദിക്കും. ചെറിയ കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് ഛർദ്ദിക്കും, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സോ അതാണ് മ്യൂലിങ് ആൻഡ് പ്യൂക്കിംഗ്. അവർ കരയുന്നു, ഛർദ്ദിക്കുന്നു. ഇൻ ദ നേഴ്സസ് ആംസ് അല്ലേ, കുട്ടിയാകുമ്പോൾ എല്ലാവരും എന്താണോ ഇങ്ങനെ ചെയ്യും, പിന്നെ അവരെടുക്കുന്ന നേഴ്സിൻ്റെ കൈകളിലേക്ക് ഛർദ്ദിക്കും. ആൻഡ് ദെൻ ദ വൈനിങ് സ്കൂൾ ബോയ് വിത്ത് ഹിസ് സാച്ചൽ ആൻഡ് ഷൈനിങ് മോർണിംഗ് ഫേസ് ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ അൺവില്ലിംഗ്ലി ടു സ്കൂൾ. ഒന്നാമത്തെ ഘട്ടമാണ് ഇൻഫാൻ്റ് ആവുക എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഘട്ടം ഒരു സ്കൂൾ ബോയുടെ കാലഘട്ടമാണ്. എങ്ങനെയാണ് സ്കൂൾ ബോയ് സ്കൂളിലേക്ക് പോവുക? താല്പര്യത്തോടെയാണ് പോവുക? ഒരിക്കലല്ല അല്ലേ. ആൻഡ് ദെൻ ദ വൈനിങ് സ്കൂൾ ബോയ്,
സോ വൈനിങ് മീൻസ് കംപ്ലൈനിങ്. കാരണം സ്കൂളിൽ പോകുന്ന ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ട് പോകുന്ന സ്കൂളിൽ പോയി. വിത്ത് ഹി സാച്ചൽ അവൻ്റെ സ്കൂൾ ബാഗാണ് കേട്ടോ. സോ സ്കൂൾ ബാഗ് തോളിലുണ്ടാവും. ആൻഡ് ഷൈനിങ് മോർണിംഗ് ഫേസ്, മുഖമൊക്കെ തിളങ്ങിയിരിക്കുന്നുണ്ടാവും അല്ലേ. അവൻ്റെ മുഖം തിളങ്ങിയിട്ടാണ് പോകുന്നത്, തിളക്കമുള്ള മുഖമാണ്. ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ, ഒട്ടും താല്പര്യമില്ല. അപ്പോൾ ക്രീപ്പിംഗ് ഒച്ചിഴയുന്ന പോലെ, ലൈക്ക് സ്നെയിൽ ഒച്ചാണല്ലോ, ഒച്ചിഴയുന്ന പോലെ അത്രയും പതുക്കെയാണ് സ്കൂളിൽ പോകുന്നത്. അൺവില്ലിംഗ്ലി ടു സ്കൂളിലേക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ല. അപ്പോൾ 2 ഘട്ടമായിട്ടോ. മൂന്നാമത്തേത് ആൻഡ് ദെൻ ദ ലവർ, ഒരു ലവറുടെ കാലഘട്ടമാണ് അടുത്തത്. സൈങ് ലൈക്ക് ഫേർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ വലിയ എന്താ പറയുക, വ്യവസായശാലകളിലൊക്കെ പിന്നെ ലോഹങ്ങൾ ഉരുക്കുന്ന വലിയ അടുപ്പാണ് ഫേർണേഴ്സ്. അപ്പോൾ അതിലൂടെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും. സോ ആ ശബ്ദമായിട്ട് കമ്പയർ ചെയ്യാണ് ഈ ലവേഴ്സിൻ്റെ നെടുവീർപ്പ്. തൻ്റെ പ്രിയപ്പെട്ട കാമുകിയെ കാണാതിരിക്കുമ്പം ഒരു നെടുവീർപ്പിടുന്ന ഒരിതുണ്ട് എന്ന് പറയുന്നത് നമ്മളെ, ആ ഒരു നെടുവീർപ്പാണ്. അപ്പോൾ ഇന്നത്തെ തലമുറയിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, പക്ഷെ പഴയ തലമുറയിലുള്ള ഒരു കാര്യമാണ് ഇത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ആൾക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവുമെന്ന് സംശയമാണ്. ഓക്കെ, അപ്പോൾ സൈങ് ലൈക്ക് ഫർണേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഫർണേസ് ഒരു വലിയ അടുപ്പാണ് കേട്ടോ, ലോഹങ്ങളൊക്കെ ചൂടാക്കുന്ന ഉരുക്കുന്ന അടുപ്പ്. അത് ഇങ്ങനെ അതിൽ നിന്ന് ശബ്ദം വരുന്ന പോലെ ഇവൻ എന്ത് ചെയ്യുന്നു, സൈ ചെയ്യുന്നു, നെടുവീർപ്പിടുന്നു. വിത്ത് എ വോഫുൾ ബാലഡ്. വോഫുൾ എന്ന് പറഞ്ഞാൽ സാഡ്, ബാലഡ് സോങ് എന്ന് പറഞ്ഞാൽ മതി. ശരിക്കും ബാലഡ് എന്ന് പറഞ്ഞാൽ ഒരു തരം കവിതയാണ്. സോ ഇവിടെ സോങ് എന്ന് അർത്ഥം കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. സോ എന്താണ് പറയുക, ഈ വിരഹഗാനം എന്നുള്ള അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ വിരഹഗാനത്തോടെ എന്താണ് നെടുവീർപ്പിടും എന്നുള്ളതാണ്. പഴയ കാലത്താണ് നിരാശാകാമുകർ എന്നൊക്കെ പറഞ്ഞ പ്രയോഗമുണ്ട്, ഇപ്പം അങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല. എനിവേ, അടുത്തത് സൈങ് ലൈക്ക് ഫർണേസ് വിത്ത് എ വോഫുൾ ബാലഡ് മേഡ് ടു ഹിസ് മിസ്ട്രസ് ഐബ്രോ. ഇവിടെ മിസ്ട്രസ് എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ലവറാണ്. ഐബ്രോ എന്താണ്, കൺപുരി കാണല്ലേ. സോ ഈ പഴയകാലത്തെ പ്രണയ കവിതകളൊക്കെ അങ്ങനെയാണ്. സ്ത്രീകളുടെ എന്താ പറയുക, അങ്ങളെക്കുറിച്ചൊക്കെ വർണ്ണിച്ചുകൊണ്ടാണ് അധികം കവിതകൾ വരിക. അപ്പോൾ ഈ കൺപീലിയെ പോലും എന്താണ് വർണ്ണിച്ചുകൊണ്ട് പറയുന്ന കവിതകൾ എന്താണ് ഈ ലവർ ഇങ്ങനെ പറയും. ഇനി അടുത്തത് ദെൻ എ സോൾജർ. അടുത്തത് സോൾജർ എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരൻ എന്നുള്ള അർത്ഥമല്ല. ഇവിടെ യങ് ആയ ഒരാൾ, യൂത്ത് എന്നാണ്. അതായത് ഈ ലവറിൻ്റെ പൊസിഷൻ കഴിഞ്ഞു, അടുത്ത എന്താണ്, ഒരു യുവാവായി. അപ്പോൾ സോൾജറിനെ പോലെ എന്താണ്, ഭയങ്കര ധൈര്യം ഉണ്ടാവും. അതാണ് സോൾജർ എന്ന് പറഞ്ഞാൽ, സോൾജറിനെ പോലെ. ഫുൾ ഓഫ് സ്ട്രേഞ്ച് ഓത്ത്സ്. എപ്പോഴും എന്താണ്, സ്ട്രേഞ്ച് ഓത്ത്സ് ആയിരിക്കും. ആ സമയത്ത് ഭയങ്കര പ്രതിജ്ഞകൾ, ഒരുപാട് കാര്യങ്ങൾ എടുക്കും. എന്ത് കാര്യം പിന്നെ എന്താ പറയുക, അങ്ങനെയല്ലോ, നമ്മളെ ഭയങ്കര ധൈര്യമുള്ള സമയമാണ് ആ യൂത്ത്. അതാണ് പറഞ്ഞത് കേട്ടോ, സ്ട്രേഞ്ച് ഓത്ത്. ഭയങ്കര എന്ത് കാര്യം പെട്ടെന്ന് പ്രതിജ്ഞ എടുക്കും. ആൻഡ് ബിയേഡഡ് ലൈക്ക് ദ പാഡ്. ബിയേഡഡ് എന്ന് പറഞ്ഞാൽ താടി വെച്ചു എന്നാണ്. ലൈക്ക് ദ പാഡ് എന്ന് പറഞ്ഞാൽ ലെപ്പഡാണ് ഉദ്ദേശിച്ചത്. പുള്ളിപ്പുലിയെ പോലെയുള്ള താടിയുള്ള, അതായത് പുള്ളിപ്പുലിക്ക് നമ്മൾ നോക്കിയാൽ താടിയൊന്നും കാണില്ല അല്ലേ. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ അൺഈവനായ താടി എന്നാണ്. അത്ര നീറ്റായ താടിയല്ല. പുള്ളിപ്പുലിയുടെ പിന്നെ ഈ എന്താണ് ആ സ്പോട്ടില്ലേ പുറമേയുള്ള പുള്ളികൾ, അത് അൺഈവനാണ്, ഒരേപോലെ അല്ല എന്നാ, ഒരേപോലെയുള്ള പുള്ളികളല്ല. പെട്ടെന്ന് തോന്നും ഒരേപോലെ ഒന്നും, അങ്ങനെയല്ല. സോ എന്താ പറയുക, എത്ര അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് മീനിങ് കൊടുക്കാം. അല്ലാതെ പുള്ളിപ്പുലിക്ക് ഇപ്പോൾ താടിയൊന്നുമില്ല. സിംഹം എന്ന് പറഞ്ഞാൽ ഓക്കെ, ഒരു സിംഹത്തിനാണെങ്കിൽ നല്ല താടിയൊക്കെ ഉണ്ടാവും. അല്ലാതെ പുള്ളിപ്പുലിക്ക് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് താടിയൊന്നും കാണില്ല. സോ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ പുള്ളിപ്പുലിയുടെ ഡോട്ട് പോലെയുള്ള എന്താണ് താടി. ഓക്കെ, അതായത് അത്ര അൺഈവൻ. അത് നമുക്ക് ശരിക്കും മനസ്സിലാവും അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോഴാണ്. അടുത്ത സ്റ്റേജിൽ എന്താണ്, നല്ല വെട്ടിയൊതുക്കിയ താടി എന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ അത്ര വെട്ടിയൊതുക്കിയ താടിയല്ല എന്നുള്ള അർത്ഥം കൂടെ ഉണ്ട് കേട്ടോ. സോ അങ്ങനെ ബിയേഡഡ് ലൈക്ക് ദ പാഡ്, പുള്ളിയെ പോലെയുള്ള താടിയൊക്കെ വെച്ച ആ ഒരു സോൾജർ ആയിട്ടുള്ള ആൾ. സോൾജർ മീൻസ് ഞാൻ പറഞ്ഞു യൂത്തായ ആൾ കേട്ടോ. ജെലസ് ഇൻ ഓണർ, അതായത് സഡൻ ആൻഡ് ക്വിക്ക് ഇൻ കോറൽ. ഓണർ എന്ന് പറഞ്ഞാൽ ബഹുമതിക്ക് വേണ്ടി ഇങ്ങനെ ഈഗർലി വെയിറ്റ് ചെയ്യാണ്. അതായത് എന്തും ഭയങ്കര പുളിയന്മാരായിരിക്കും, അതാണ് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് എന്താണ്, എന്തിനും ചാടി പുറപ്പെടും. ബഹുമതി കിട്ടാൻ വേണ്ടി എന്തിനും വേണ്ടി ഇറങ്ങും. യുവാക്കൾ അങ്ങനെയല്ല, ഭയങ്കര ധൈര്യവും. അതാണ് പറഞ്ഞത് ജെലസ് ഇൻ ഓണർ, സഡൻ ആൻഡ് ക്വിക്ക് ഇൻ കോറൽ. വഴക്കുണ്ടാക്കൽ വളരെ പെട്ടെന്നായിരിക്കും. ഓക്കെ, സഡൻ ആൻഡ് ക്വിക്ക് ഇൻ കോറൽ, പെട്ടെന്ന് വഴക്കൊക്കെ ഉണ്ടാക്കും ആൾക്കാരായിട്ട്. സീക്കിംഗ് ദ ബബിൾ റെപ്യൂട്ടേഷൻ. ബബിൾ എന്ന് പറഞ്ഞാൽ കുമിളാണ്. റെപ്യൂട്ടേഷൻ എന്താ, നമുക്ക് ആൾക്കാരുടെ ഇടയിൽ കിട്ടുന്ന ഒരു പേരും പെരുമയുണ്ടല്ലോ, അതാണ് റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ. സോ ഈ പേരും പെരുമയൊക്കെ ബബിൾ പോലെയാണ്, കുമിള പോലെയാണ് അല്ലേ. പക്ഷെ പെട്ടെന്ന് എന്താണ് ആ ഫേമസ് ആവുക എന്നൊക്കെ പറഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിപ്പോവും. അതാണ് ഉദ്ദേശിച്ചത്. ബബിൾ റെപ്യൂട്ടേഷൻ എന്നാണ് വില്യം ഷേക്സ്പിയർ പറഞ്ഞത്.
അപ്പോൾ ഇതൊക്കെ മെറ്റഫറാണ് കേട്ടോ, പിന്നെ ഡിസ്കസ് ചെയ്യാം കവിത മുഴുവൻ പറഞ്ഞതിന് ശേഷം. സോ സീക്കിംഗ് ദ ബബിൾ റെപ്യൂട്ടേഷൻ, ഈ സോൾജർ ഘട്ടത്തിലെത്തിയ ആൾ പിന്നെന്താണ് ബബിൾ റെപ്യൂട്ടേഷന് വേണ്ടി സീക്ക് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുക, അതിനു വേണ്ടി പിന്നാലെ പോകുന്നു. ഈവൻ ഇൻ ദ കാനൻസ് മൗത്ത്, കാനൻ എന്ന് പറഞ്ഞാൽ പീരങ്കിയാണ്, പീരങ്കിയുടെ മുഖത്ത് പോകും, അതായത് യുദ്ധമുഖത്തൊക്കെ പോയിട്ടും എന്താണ് ഈ ബബിൾ റെപ്യൂട്ടേഷൻ വേണ്ടി പോകും. അത് ആൾക്കാർ ആ ഒരു എന്താ പറയുക ഡെയർ ഡെവിൽ എന്നൊരു പ്രയോഗമൊക്കെ ഉണ്ട് ഇംഗ്ലീഷിൽ, എന്ന് വെച്ചാൽ എന്താണ് എന്ത് ഭയങ്കര ധൈര്യമായിരിക്കും, എത്ര റിസ്ക് ആയി കാര്യം ഏറ്റെടുക്കും. അപ്പോൾ യുവാക്കൾക്ക് അതിനെ കഴിയുള്ളൂ. അതുകൊണ്ടാണല്ലോ നമ്മൾ പട്ടാളത്തിലൊക്കെ യുവാക്കളെയാണ് എടുക്കുക അല്ലേ. പ്രായമായി കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രായം അധികമൊന്നും ആവണ്ട, കുറഞ്ഞ പ്രായത്തിൽ തന്നെ പെട്ടെന്ന് ഒഴിവാക്കും. സോ എന്താണ് യുവാക്കൾക്ക് എന്ന് പറയുമ്പോൾ മുന്നും പിന്നൊന്നുമില്ല, നേരെ എടുത്ത് ചാടും അല്ലേ. ഇപ്പോൾ നിങ്ങൾ അറിയാലോ എങ്ങനെയാണ് റെക്ലെസ് ആയിട്ട് ആരാണ് റോഡിലൂടെ ഡ്രൈവ് ചെയ്യുക, ഒരു മാരീഡ് ആയിട്ട് 1-2 കുട്ടികളുടെ ആൾക്കാർ അങ്ങനെ റെക്ലെസ് ആയിട്ടും ഡ്രൈവ് ചെയ്യില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്തോ പ്രശ്നമുണ്ടെന്നാണ്, തലക്കെന്തോ പ്രശ്നമുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നോർമലി എന്താണ് ഈ ഭയങ്കര ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ അങ്ങനെ ഭയങ്കര സ്പീഡിലൊക്കെ ഡ്രൈവ് ചെയ്യുക, അല്ലെങ്കിൽ ഇറേഷണൽ ഡ്രൈവിംഗ് ചെയ്യുന്ന ആൾക്കാർ അധികം യുവാക്കളായിരിക്കും, അധികം കേട്ടോ, അല്ലാത്ത കേസും ഉണ്ട്. സോ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ കാനൻ്റെ മൗത്ത്, അതായത് വലിയ പീരങ്കിയുടെ മുമ്പിൽ യുദ്ധമുഖത്ത് പോലും എന്താണ് ബബിൾ റെപ്യൂട്ടേഷൻ സീക്ക് ചെയ്തുകൊണ്ട് പോകും. എന്ന് വെച്ചാൽ റിസ്ക് എടുക്കാൻ മടിയില്ല, എന്തിനും പോകും. അതാണ് ഇനി അടുത്ത ഘട്ടം. ആൻഡ് ദെൻ ദ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ വൈസ് മാൻ എന്നുള്ള അർത്ഥം കൊടുത്താൽ മതി, ജഡ്ജ് എന്നല്ല, അതായത് നല്ല എന്താ പറയുക ബുദ്ധിമാനായ ആൾ, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ആ ഒരു ഘട്ടത്തിൽ ഇൻ ഫെയർ റൗണ്ട് ബെല്ലി, നല്ല റൗണ്ട് ബെല്ലിയാണ് കേട്ടോ, ഫെയർ റൗണ്ട് ബെല്ലി, നല്ല എന്താ പറയുക വയറൊക്കെ വന്നിട്ടുണ്ട്, വയറ് ചാടിയിട്ടുണ്ട്. വിത്ത് ഗുഡ് ക്യാപ്പൻ ലൈൻഡ്, ഇവിടെ ക്യാപ്പൻ എന്ന് പറഞ്ഞാൽ ചിക്കനാണ്, റൂസ്റ്റർ ആൺ കോഴിയാണ് കേട്ടോ, നല്ല തടിച്ച് കൊഴുത്ത കോഴിയെയാണ് ക്യാപ്പൻ എന്ന് പറഞ്ഞാൽ. സോ ലൈൻഡ് എന്ന് പറഞ്ഞാൽ ഫീൽഡ്, ഈ കോഴിയിറച്ചി നന്നായിട്ട് കഴിച്ച് നല്ല വയറൊക്കെ ചാടിയിട്ടുള്ള ഒരു പ്രായമാണ് അടുത്തത് ജസ്റ്റിസ്. വിത്ത് ഐസ് സിവിയർ, കണ്ണുകളിൽ എന്താണ് വളരെ എന്താ പറയുക സീരിയസ് ആയിട്ടുള്ള നോട്ടാണ് നമുക്ക് നോക്കിയാൽ കാണാം. ഭയങ്കര ഐ സിവിയർ എന്ന് പറഞ്ഞാൽ കണ്ണിൽ ഭയങ്കര ഗൗരവം ഉണ്ടാവും. ഓക്കെ, ഇനി ആൻഡ് ബിയേർഡ് ഓഫ് ഫോർമൽ കട്ട് ബിയേർഡ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഏത് തൊട്ട് മുമ്പത്തെ ഘട്ടത്തിൽ പറഞ്ഞില്ലേ, ബിയേർഡ് ലൈക്ക് ദ പാർഡ്, പുള്ളിപ്പുലെ പോലെ ബിയേർഡുള്ള, അത് അത്ര അൺഈവൻ ആയിട്ടുള്ള ഒരു ബിയേർഡാണ്, അത്ര നീറ്റല്ല. പക്ഷേ ഇവിടെ തന്നെ വളരെ ഫോർമലായിട്ടുള്ള ബിയേർഡാണ്, വളരെ നല്ല ഫോർമൽ കട്ടാണ് കേട്ടോ. ഫുൾ ഓഫ് വൈസ് സോസ്, ഇവിടെ സോ എന്ന് പറഞ്ഞാൽ വൈസ് സെയിങ്, അത് ഭയങ്കര പ്രോവർബിയൽ സെയിങ്, നല്ല എന്താ പറയുക പഴഞ്ചൊല്ലി പോലെ നല്ല എന്താ പറയുക പോയിന്റുകൾ മാത്രം പറയുന്ന ആളാണ് ഈ ഘട്ടത്തിൽ കേട്ടോ. ഫുൾ ഓഫ് വൈസ് സോസ് ആൻഡ് മോഡേൺ ഇൻസ്റ്റൻസസ്. ഓക്കെ, അപ്പം ഈ ഒരു സമയത്ത് മറ്റേ തൊട്ടുമ്പത്തെ ഏജുമായിട്ട് എന്താണ് ഒട്ടും ഒരു ഇതല്ല, എന്താ പറയുക ഒരു സാമ്യവുമില്ല. ഫുൾ ഓഫ് വൈസ് സോസ് ആൻഡ് മോഡേൺ ഇൻസ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ, മോഡേൺ എന്ന് പറഞ്ഞാൽ ന്യൂ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സോ ഫുൾ ഓഫ് വൈസ് സോസ് ആൻഡ് മോഡേൺ ഇൻസ്റ്റൻസസ് ആണ് ഈ ഒരു ഘട്ടത്തിൽ. ആൻഡ് സോ ഹി പ്ലേസ് ഹിസ് പാർട്ട്, അങ്ങനെ ഈ ഒരു ഘട്ടവും അത് പ്ലേ ചെയ്യുന്നു. സോ ഇവിടെ നമുക്ക് എന്താ പറയുക കുറച്ചുകൂടെ ഒന്ന് ഒതുങ്ങും ആള്. തൊട്ട് മുമ്പ് എന്താണ് ഭയങ്കര റെക്കലെസ് ആയിട്ടുള്ള തീരുമാനത്തിലെടുക്കുമ്പം ഈ ഒരു ഘട്ടമാകുമ്പോഴത്തേക്കും ആളൊന്ന് ഒതുങ്ങി അല്ലേ. നമ്മൾ ഈ തന്തൈവ് എന്നൊക്കെ പറയില്ലേ, ഏകദേശം ആ ഒരു ഘട്ടത്തിലേക്ക് എത്തി. അപ്പോൾ കുറച്ചുകൂടി അന്തം വെച്ചു എന്നർത്ഥം, ബുദ്ധി വെച്ചു. ഇനി അടുത്ത ഏജ് എന്താ, ദ 6th ഏജ് ഷിഫ്റ്റ്സ് ഇൻ ടു ദ ലീൻ ആൻഡ് സ്ലിപ്പേർഡ് പാൻറ്റലൂൺ. ഇനി 6ാമത്തെ ഘട്ടം ഒരു വൃദ്ധനായ ആളായിട്ടാണ് വരുന്നത്. അപ്പോൾ 6th ഏജ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യുന്നു ഇൻ ടു ദ ലീൻ മെലിഞ്ഞ ആൻഡ് സ്ലിപ്പേർഡ് പാൻറ്റലൂൺ. സ്ലിപ്പേർഡ് എന്ന് പറഞ്ഞാൽ ചെരുപ്പ് ധരിച്ച, പാൻറ്റലൂൺ. സോ പാൻറ്റലൂണിന് ജോക്കർ എന്നൊരു അർത്ഥമുണ്ട്, കോമാളി എന്നുള്ള അർത്ഥമുണ്ട്. അതേപോലെ തന്നെ ടൈറ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള ട്രൗസേഴ്സ് പറഞ്ഞാൽ നീളം കൂടിയത് കേട്ടോ, പാൻസ് എന്നുള്ള അർത്ഥം തന്നെ. സോ അത് അങ്ങനെ അർത്ഥം കൂടെ വരുന്നുണ്ട്. സോ അടുത്തൊരു വൃദ്ധനായ ആളുടെ ഘട്ടാണ്, അതാണ് പറഞ്ഞത്. ഇൻ ടു ദ 6th ഏജ് ഷിഫ്റ്റ്സ് ഇൻ ടു ദ ലീൻ ആൻഡ് സ്ലിപ്പേർഡ് പാൻറ്റലൂൺ വിത്ത് സ്പെക്ടക്കിൾസ് ഓൺ നോസ്. മൂക്കിൽ എന്ത് വെച്ചിട്ടുണ്ട്, കണ്ണട വെച്ചിട്ടുണ്ട്. ആൻഡ് പൗച്ച് ഓൺ സൈഡിൽ പൗച്ച് വെച്ചിട്ടുണ്ട്, മണി പേഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അങ്ങനെ പൗച്ച് ഉണ്ട് കയ്യിൽ എന്ന് പറയുന്നു. കയ്യിലൂടെ പിക്ചർ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനിയോ ഹിസ് യൂത്ത്ഫുൾ ഹോസിന് ഇവിടെ അർത്ഥം ടൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള പാൻസ് ആണ്. ഫോർ ഹിസ് യൂത്ത്ഫുൾ ഹോസ് വെൽ സേവ്ഡ്, എ വേർഡ് ടു വൈഡ് ഫോർ ഹിസ് ഷ്രങ്ക് ഷാങ്ക്. ഷ്രങ്ക് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ, മെലിഞ്ഞ. ഷാങ്ക് എന്ന് പറഞ്ഞാൽ കാലാണ്, ലെഗ്. സോ ഇപ്പോൾ യൂത്തായപ്പോൾ കുറച്ച് ടൈറ്റായ പാൻസ് ആയിരുന്നു, ഇപ്പോൾ വൃദ്ധനായി മെലിഞ്ഞ കാലായതുകൊണ്ട് തന്നെ അതാണ് ഷ്രങ്ക് ഷാങ്ക് എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ കാലാണ് ആയതുകൊണ്ട് ഭയങ്കര ലൂസായിപ്പോയി. ആൻഡ് ഹിസ് ബിഗ് മാൻലി വോയിസ്, അത് അടുത്ത ഘട്ടമാണ്. ഒന്നുകൂടെ പറയാം. ഹിസ് യൂത്ത്ഫുൾ ഹോസ് വെൽ സേവ്ഡ്,
എ വേൾഡ് ടു വൈഡ് ഫോർ ഹിസ് ഷങ് ഷാങ്. അപ്പം യൂത്തായ സമയത്ത് ആ ഹോസ്, ആ പാൻസ് ഉണ്ടല്ലോ, ടൈറ്റായ പാൻസ് ഇപ്പം എങ്ങനെയുണ്ട്, നല്ല ലൂസായിട്ടുണ്ട്. ആൻഡ് ഹിസ് ബിഗ് മാൻലി വോയിസ്, ചെറുപ്പത്തിൽ ഭയങ്കര റഫായ വോയിസ് ആയിരുന്നു. ടേണിങ് അഗെയിൻ ടുവാർഡ് ചൈൽഡിഷ് ട്രബിൾ. കുട്ടികളെപ്പോലെ ഹൈ പിച്ച്ഡ് വോയിസ്, ആണ് കുട്ടിയെ പോലെ സൗണ്ടായി മാറി. വൃദ്ധനാകുമ്പോൾ സൗണ്ടൊക്കെ എന്താണ്, ഒന്ന് പഴയ എന്താ പറയുക, കുട്ടിക്കാലത്തെ ഒരു സൗണ്ട് പോലെ ആയിട്ട് മാറിയിട്ടുണ്ട്. ചൈൽഡിഷ് ട്രബിൾ. പൈപ്സ് ആൻഡ് വിസിൽസ് ഇൻ ഹിസ് സൗണ്ട്. പൈപ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം സ്പീക്ക് ഇൻ എ സോഫ്റ്റ് വോയിസ്, കുറഞ്ഞ സൗണ്ടിൽ സംസാരിക്കുക എന്നുള്ളത്. അപ്പോൾ യൂത്തായ സമയത്ത് എന്താണ്, നല്ല ഗൗരവമേറിയ ശബ്ദം എല്ലാം ഇപ്പോൾ പോയി, ഇപ്പോൾ കേൾക്കുമ്പോൾ ചിരി വരുന്ന ശബ്ദമാണ്. അതാണ് ട്രബിൾ, പൈപ്സ് ആൻഡ് വിസിൽസ് ഇൻ സൗണ്ടിലൊക്കെ എന്താണ് വിസിൽ സൗണ്ടൊക്കെ വരുന്നു. വൃദ്ധനായപ്പോൾ എന്താണ് പല്ലൊക്കെ പോയിട്ടും മറ്റും ശബ്ദം എല്ലാം മാറിയിട്ടുണ്ടോ. ഇനി ലാസ്റ്റ് സീൻ ഓഫ് ഓൾ, ഏറ്റവും അവസാനത്തെ സീൻ, ദാറ്റ് എൻഡ്സ് ദിസ് സ്ട്രേഞ്ച് ഇവൻറ്റ്ഫുൾ ഹിസ്റ്ററി. ആ ഇവൻറ്റ്ഫുള്ളായ നമ്മുടെ ഒരു ജീവിതകാലം, ആ ഹിസ്റ്ററി, ആ ചരിത്രം ഇവിടെ അവസാനിക്കുകയാണ്. സംഭവബഹുലമായ ചരിത്രം ഇവിടെ അവസാനിക്കുന്നു. അവസാനത്തെ ഘട്ടോ ഈ സെക്കൻഡ് ചൈൽഡിഷ്നെസ്. വില്യം ഷേക്സ്പിയർ 7ാമത്തെ അവസ്ഥയെ നമ്മൾ വിളിച്ചത് എന്താണ്, സെക്കൻഡ് ചൈൽഡിഷ്നെസ്, 2ാം ശൈശവത്വം എന്നാണ്. ആൻഡ് മിയർ ഒബ്ലീവിയൻ എന്ന് പറഞ്ഞാൽ മറവിയാണ് അല്ലേ. പഴയ ആൾക്കാർക്ക് നല്ല പ്രായം കഴിഞ്ഞാൽ മറക്കുമല്ലോ, അത് ഒബ്ലീവിയൻ എന്ന് പറഞ്ഞാൽ മറവിയാണ്. അപ്പോൾ അടുത്ത വേർഡ് നോക്കിയാൽ സാൻസ്റ്റീൽ. അത് 2 രീതി വായിക്കട്ടോ. ഇംഗ്ലീഷ് ഉച്ചാരണമാണ് സാൻസ്. ഇത് ശരിക്കും ഒരു ഫ്രഞ്ച് വേർഡാണ്. സോൻ എന്നാണ് ഫ്രഞ്ച് ഉച്ചാരണത്തിൽ വായിക്കുക. സോൻ ടീത്ത്, സോൻ ഐസ്, സോൻ ടേസ്റ്റ്, സോൻ എവറിത്തിങ് എന്നാണ് ഫ്രഞ്ച് ഉച്ചാരണത്തിൽ വായിക്കുക. സോൻ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട്. എന്നാൽ ഇംഗ്ലീഷ് ഉച്ചാരണത്തിൽ നിങ്ങൾക്ക് എങ്ങനെയും വായിക്കാം, സാൻസ് ടീത്ത്, സാൻസ് ഐസ്, സാൻസ് ടേസ്റ്റ്, സാൻസ് എവറിത്തിങ് എങ്ങനെയും വായിക്കാം. അതായത് ഏറ്റവും അവസാന ഘട്ടത്തിൽ പല്ലില്ല, കണ്ണ് കാണില്ല, ടേസ്റ്റ് രുചിയില്ല, ഒന്നുമില്ല, അങ്ങനത്തെ അവസ്ഥയിലാണ് കഴിയുന്നത്. ഓക്കെ, ദ 7 Ages of Man is an extract from William Shakespeare's well-known play As You Like It. വില്യം ഷേക്സ്പിയറിന്റെ As You Like It എന്ന ഡ്രാമയുടെ ഒരു എക്സ്ട്രാക്ട് ഭാഗമാണിത്. ഇനി ഇതിലുള്ള ഫിഗർ ഓഫ് സ്പീച്ച് വളരെ പെട്ടെന്ന് പറയാം. ഒന്നാമത്തെ വരി നോക്ക്, ഓൾ ദ വേൾഡ്സ് എ സ്റ്റേജ്. അതെന്താണ്, ഒരു മെറ്റഫറാണ്. ആൻഡ് ഓൾ മെൻ ആൻഡ് വിമൻ മിയർലി പ്ലേസ്, അതും മെറ്റഫറാണ്. ഈ 2 വരി മെറ്റഫറിന് ഉദാഹരണം. ഇനി വേറെ കാര്യം പറയാം, ഈ മെറ്റഫർ ഒരു എക്സ്റ്റെൻഡഡ് മെറ്റഫറാണ്. അതായത് ലൈഫ് ഈസ് എ ഡ്രാമ എന്ന് പറയുന്ന ഒരു ഐഡിയ ത്രൂ ഔട്ട് ഈ കവിതയിൽ അവസാനം വരെ പല ഘട്ടങ്ങളിൽ വരുന്നത് കൊണ്ട്, അതായത് ഒരു സെയിം മെറ്റഫർ, സെയിം ഐഡിയ ഒരു വരിയിൽ 2 വരിയിൽ അവസാനിക്കാതെ വീണ്ടും പറയുന്നുണ്ടെങ്കിൽ അതിനെ എക്സ്റ്റെൻഡഡ് മെറ്റഫർ എന്ന് പറയാം. എക്സ്റ്റെൻഡഡ് മെറ്റഫർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എക്സ്റ്റെൻഡ് ചെയ്യാൻ, നീട്ടിക്കൊണ്ടുപോകുക. സോ മെറ്റഫർ, ഒരൊറ്റ മെറ്റഫർ, ഒരേ ഐഡിയ വീണ്ടും പറയുന്നുണ്ടെങ്കിൽ അതിനെ എക്സ്റ്റെൻഡഡ് മെറ്റഫർ എന്ന് പറയാം. സോ ലൈഫ് ഈസ് എ ഡ്രാമ എന്ന് പറയുന്നൊരു എക്സ്റ്റെൻഡഡ് മെറ്റഫർ ഇതിലുണ്ട് കേട്ടോ. ഇനി ഇവരിലൊക്കെ ഉണ്ട്. ഫസ്റ്റ് സ്റ്റാൻസ് മുഴുവനും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് ഇവിടെ സിമിലി കാണാൻ പറ്റും. സൈയിങ് ലൈക്ക് ഫേർണേസ്, കണ്ടോ, സൈയിങ് ലൈക്ക് ഫേർണേസ് പോലെ സൈ ചെയ്യുന്നു എന്ന ഭാഗത്ത് സിമിലി ഉണ്ട്. ബബിൾ റെപ്യൂട്ടേഷൻ കണ്ടോ, ബബിൾ റെപ്യൂട്ടേഷൻ അതെന്താണ്, മെറ്റഫറാണ്. ഇനി അതേപോലെ തന്നെ വീണ്ടും സിമിലി വരുന്നുണ്ട്. ബിയേർഡഡ് ലൈക്ക് എ പാഡ് എന്ന് പറഞ്ഞൊരു ഭാഗം ഉണ്ടല്ലോ. സോ അവിടെ എന്തുണ്ട്, ഇതാ ഇവിടെ ഫുൾ ഓഫ് സ്ട്രെയിൻ ജോക്സ് ആൻഡ് ബിയേർഡഡ് ലൈക്ക് ദ പാഡ്, അവിടെ എന്തുണ്ട്, സിമിലി വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ സിമിലി വരുന്നുണ്ട്. ഇനി ഇങ്ങനെ നന്നായിട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലിട്രേഷനൊക്കെ കാണാൻ പറ്റും. മെൻ ആൻഡ് വിമൻ മിയർലി പ്ലേയേഴ്സ്, അവിടെ അലിട്രേഷൻ ഉണ്ട്, നോക്കിയാൽ കാണാൻ പറ്റും. മെൻ ആൻഡ് വിമൻ മിയർലി എന്ന് വരുന്നല്ലോ. സോ അതെന്താണ്, അലിട്രേഷൻ ആണ്. ആൻഡ് ദേ ഹാവ് ദെയർ എക്സിറ്റ്സ് ആൻഡ് ദെയർ എൻട്രൻസസ് എന്നുള്ളടത്ത് അസനൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആൻഡ് വൺ മാൻ ഇൻ ഹിസ് ടൈം പ്ലേസ് മെനി പാർട്സ്, പ്ലേസ് പാർട്സ് അലിട്രേഷൻ ആണ്. നോക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കിട്ടും. ഓക്കെ, മ്യൂലിംഗ് ആൻഡ് പ്യൂക്കിംഗ് അവിടെ എന്താണ്, അസനൻസ് വരുന്നുണ്ട്. സ്കൂൾ ബോയ് വിത്ത് ഹിസ് സാച്ചൽ അലിട്രേഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്യാവശ്യമൊക്കെ പറഞ്ഞെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലിട്രേഷൻ അസൻസ് ഇഷ്ടം പോലെ കിട്ടും. ഓക്കെ, അതിനെ കൂടുതൽ വിശദീകരിച്ച് വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.